സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ വർദ്ധിപ്പിച്ച് നൽകപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യ ജീവിതം നിരവധി പരീക്ഷണങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. അതിൽ ഏറ്റവും കഠിനമായ ഒരു പരീക്ഷണം തന്നെയാണ് ഒരു മനുഷ്യൻ വിവാഹിതനായി കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഒരു വലിയ മോഹമാണ് ഒരു കുഞ്ഞിക്കാല് കാണാൻ സാധിക്കണം, തനിക്കൊരു കുഞ്ഞുണ്ടാകണം എന്ന മോഹവും അതിനു വേണ്ടിയുള്ള പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പുകളും. അതിന് സാധിക്കാതെ വരുന്ന ദമ്പതികളുടെ മനസ്സിനെ പിടികൂടുന്ന സങ്കടങ്ങൾക്ക് കയ്യും കണക്കുമില്ല എന്ന് അത് അനുഭവിക്കുന്ന ദമ്പതികളോട് പറയേണ്ടതില്ല. അവർക്കത് നന്നായി അറിയാം, ആർക്കും അറിയാവുന്നൊരു യാഥാർത്ഥ്യമാണ്. വിവാഹം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിടുമ്പോഴേക്ക്, വൈകുമ്പോഴേക്ക് തന്നെ ആ മാനസിക വിഷമം അവർ തന്നെയും അനുഭവിക്കാൻ തുടങ്ങും. മാത്രമല്ല, അവരനുഭവിക്കുന്ന വേദനകൾക്ക് പുറമെ സമൂഹം അവരുടെ നേരെ തൊടുത്തുവിടുന്ന ചില ചോദ്യങ്ങളും കുത്തുവാക്കുകളും കൂടിയാകുമ്പോൾ അവരുടെ സങ്കടവും വിഷമവും വർദ്ധിക്കാറാണ് പതിവുള്ളത്. കാണുന്നിടത്തൊക്കെ വെച്ച് പലരും ചോദിക്കും. കാരണം വിവാഹം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചില ആളുകൾക്ക് ഉത്കണ്ഠ തുടങ്ങും. ഈ ആളുകളെ കാണുമ്പോഴൊക്കെ ചോദിക്കും, എന്താ വിശേഷമൊന്നുമില്ലേ, എവിടെയെങ്കിലുമൊക്കെ കാണിച്ചോ, നാടൻ ചികിത്സയാണോ, അലോപ്പതിയാണോ, അതോ മറ്റേതെങ്കിലും ചികിത്സാ രീതികളാണോ, എന്താണ് ഇത്രയൊന്നുമായിട്ടും ഒരു കുഞ്ഞായില്ല അല്ലേ എന്നുള്ള സഹതാപതരംഗക്കാരുടെ, അതാ കേൾക്കുന്ന ദമ്പതികളുടെ മനസ്സിലുണ്ടാക്കുന്ന നോവിന്റെ ആഴമറിയാൻ അത് അവർക്കേ സാധിക്കുകയുള്ളൂ. അത്രത്തോളം വലിയ കുത്തുവാക്കുകളും കൂടിയാകുമ്പോൾ പലപ്പോഴും അവർക്ക് വലിയ ഒരു പ്രയാസത്തിലൂടെ അവർ മുന്നോട്ട് പോവുകയും പല പൊതുവേദികളിലും പല സദസ്സുകളിലും നിന്ന് അത്തരം ദമ്പതികൾ വിട്ടുനിൽക്കുന്ന കാഴ്ച പോലും ഉണ്ടാകാറുണ്ട്. കാരണം ആളുകൾ കണ്ടാ ചോദിക്കാതാണ്, വിശേഷമൊന്നും ആയില്ലല്ലേ, കുട്ടികളൊന്നും ആയില്ലല്ലേ, ആർക്കാ തകരാറ്, നിനക്കാ തകരാറ്, മാപ്പിളക്കാ തകരാറ്, ഭർത്താവിനാ തകരാറ്, ഭാര്യക്കാ തകരാറ്, ഇങ്ങനെയൊക്കെ നൂറുകൂട്ടം ചോദ്യങ്ങളും ഇവർക്കില്ലാത്ത വ്യാധികളും അവലാദികളും ഒക്കെ ആയിക്കൊണ്ടുള്ള ചോദ്യശരങ്ങളും കൂടിയാകുമ്പോ ഈ ദമ്പതികൾ കുഴങ്ങാണ്. ഇത്തരം ഒരു ഘട്ടങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില യാഥാർത്ഥ്യങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. സന്താനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതും ഇല്ലാതിരിക്കുക എന്നുള്ളതും അള്ളാഹു ആരെങ്കിലും ഇഷ്ടപ്പെട്ടതിന്റെയോ ഇഷ്ടപ്പെടാത്തതിന്റെയോ ആർക്കെങ്കിലും ശാപം കിട്ടിയതിന്റെയോ ആരുടെയെങ്കിലും കുറ്റം കാരണമായിട്ടോ ഒന്നുമല്ല സംഭവിക്കുന്നത്. സന്താനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് 100% അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ കൈകളിലാണ് അത് നിൽക്കുന്നത്. ഞാൻ നിങ്ങളെ തുടക്കത്തിലെ ഓതിക്കേൾപ്പിച്ച സൂറത്തു ശൂറയിലെ 49, 50 ആയത്തുകൾ വളരെ വ്യക്തമായി മുസ്ലിമീങ്ങൾ പഠിച്ചു വെക്കണം. അള്ളാഹു പറയാണ്, ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സർവാധികാരി, എല്ലാത്തിന്റെയും അധികാരം അവന് മാത്രമുള്ളതാണ്. യഖ്ലുഖു മാ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു, പടയ്ക്കുന്നു. ഇനി ശ്രദ്ധിക്കുക, യഹബു ലിമൻ യശാഉ ഇനാസ, അവൻ ഉദ്ദേശിക്കുന്ന ചിലർക്കവൻ പെൺമക്കളെ മാത്രം നൽകും. വയഹബു ലിമൻ യശാഉ ദുകൂർ, അവൻ ഉദ്ദേശിക്കുന്ന ചില ദമ്പതികൾക്കവൻ ആൺമക്കളെ മാത്രം നൽകും. ഔ യുസവ്വിജുഹും ദുക്റാനം വഇനാസ, ഇനി അവൻ ഉദ്ദേശിക്കുന്ന ചില ദമ്പതികൾക്ക് അവൻ നൽകുക ആൺ പെൺ മക്കളെ ഇടകലർത്തിക്കൊണ്ട് കൊടുക്കും. ആണുങ്ങളും ഉണ്ടാവും, പെൺകുട്ടികളും ഉണ്ടാവും. അപ്പൊ 3 ടീമായി. 4ാമത്തെ ടീമിനെ പറ്റി പറയുന്നു, വയജഅലു മൻ യശാഉ അഖീമ,
അവൻ ഉദ്ദേശിക്കുന്ന ചില ദമ്പതികളെ അവൻ വന്ധ്യയാക്കി മാറ്റും, അഥവാ മക്കളില്ലാത്തവരാക്കി നിശ്ചയിക്കും. അവസാനം അള്ളാഹു അവസാനിപ്പിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്നഹു, തീർച്ചയായും അവൻ, അലീമുൻ ഖദീർ, അവനാണ് ആർക്കൊക്കെ മക്കളെ കൊടുക്കണം, ആർക്കൊക്കെ മക്കളെ കൊടുക്കണ്ട എന്ന നന്നായി അറിയുന്നവൻ, അതിന്റെ വരും വരായിവകളൊക്കെ അറിയുന്ന, എല്ലാം അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. ഖദീറുൻ, ആർക്ക് മക്കളെ ഏത് പ്രായത്തിലും എപ്പോഴും നൽകണമെങ്കിലും കഴിവുള്ളവനും അവൻ മാത്രമാണ്. ഇതാണ് സൂറത്തു ശൂറ 49-50 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? ഒക്കെ റബ്ബിന്റെ തീരുമാനമാണ്. അള്ളാഹു മക്കളെ കൊടുക്കുന്നതും മക്കളെ കൊടുക്കാത്തതൊന്നും ആരെയും വെറുത്തതുകൊണ്ടും ഇഷ്ടപ്പെട്ടതുകൊണ്ടുമല്ല. അതുകൊണ്ട് തന്നെ അതാരുടെയും കുറ്റമോ ശാപമോ ഒന്നുമല്ലതാണ്. മഹാന്മാരായ പ്രവാചകന്മാർ ജീവിതത്തിൽ ഒരുപാട് കാലം പ്രാർത്ഥിച്ചിട്ട് മക്കളുണ്ടായ നബിമാരുണ്ട്. ഒരുപാട് കാലം അവർ വലിയ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാം, ഖുർആൻ പറയുന്ന 2 നബിമാരാണ്. സന്താന സൗഭാഗ്യമില്ലാതെ കുറെ നാളവർ കഷ്ടപ്പെട്ടു. പിന്നീട് ഒരുപാട് നാളത്തെ പ്രതീക്ഷയോടെ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിയുള്ള പ്രാർത്ഥനയിലൂടെയാണ് ആ മഹാന്മാർക്ക് സന്താനങ്ങൾ ഉണ്ടായത്. ഇനി തീരെ സന്താനങ്ങൾ ഇല്ലാത്തവരും ഉണ്ടായില്ലേ? മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഏറെ ഇഷ്ടപ്പെട്ട കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ ഒരു ഭാര്യയായിരുന്നല്ലോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അവർക്ക് മക്കൾ ഉണ്ടായിട്ടില്ലല്ലോ, അവർക്ക് മക്കൾ ജനിച്ചിട്ടില്ലല്ലോ. അത് അവരുടെ കുറ്റമല്ല, അതൊരു ശാപമല്ല, ആരെങ്കിലും വെറുത്തതിന്റെ ഫലവുമല്ല. മാത്രമല്ല, ഈ പറഞ്ഞ ആളുകളൊക്കെ റബ്ബിന് വെറുപ്പുള്ളവരല്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പമുള്ള, റബ്ബിന്റെ ഇഷ്ടം സമ്പാദിച്ച നേതാക്കൾ കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന മറ്റൊരു വശത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. ഈ നിരാശയും ഇതുപോലെയുള്ള കുത്തുവാക്കുകളും ഒക്കെ ധാരാളമായി കേൾക്കുമ്പോ മനുഷ്യന്മാര് ചിന്തിക്കേണ്, എങ്ങനെയായാലും വേണ്ടില്ല, ഒരു കുഞ്ഞുണ്ടായാൽ മതി, അതിനെന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കണം എന്നവർ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ 2 ചികിത്സാ രീതികളാണ് ഇന്ന് ഈ വിഷയത്തിൽ നിലവിലുള്ളത്. ഒന്ന് ഭൗതികമായ ചികിത്സകളാണ്, ഹോസ്പിറ്റലുകളും ഡോക്ടർമാരും മരുന്നുകളും ഒക്കെയായി ബന്ധപ്പെട്ട ചികിത്സകൾ. മറ്റൊന്ന് ആത്മീയ മേഖലയിലെ ചികിത്സാരികളുടെ ചികിത്സകളാണ്. ഇത് രണ്ടിനെ കുറിച്ചും നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതറിയൽ നിർബന്ധവുമാണ്. കാരണം നിഷിദ്ധങ്ങൾ ഏതാണ്, അനുവദിക്കപ്പെട്ടത് ഏതാണ് എന്നറിയാതെ നട്ടം തിരിയുന്ന ഒരു മുസ്ലിം സമുദായമായി നമ്മുടെ വളർന്നു വരുന്ന ജനത മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഏതൊക്കെയാണ് നിഷിദ്ധം, ഏതൊക്കെയാണ് അനുവദിക്കപ്പെട്ടത് എന്നറിയാത്തവരവസ്ഥയിലേക്കാണ് വളരുന്നവര് തലമുറ പ്രത്യേകിച്ചും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന അവരുടെ മുമ്പിൽ പലരും എടുത്തു ചാടും. കാരണം ഇത് മനുഷ്യന്റെ ഒരു ആഗ്രഹമാണ്. ലക്ഷങ്ങൾ കൊടുത്താലും കോടികൾ കൊടുക്കേണ്ടി വന്നാലും എനിക്കൊരു കുഞ്ഞുണ്ടായാൽ മതി എന്ന ആശയോടെ നടക്കുന്നവനെ പറ്റിക്കുവാനും അവന്റെ മുമ്പിൽ അവന്റെ ആഗ്രഹത്തെ പൊലിപ്പിച്ച് അവനെ എത്രയും വേഗം ചൂഷണത്തിന് അടിമയാക്കുവാനും സാധ്യമാകുന്ന പല മേഖലകളിൽ ഒരു മേഖലയാണിത് എന്ന് നമുക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഈ രംഗത്തുള്ള ചികിത്സകളിൽ നിഷിദ്ധമായ ഒരുപാട് ചികിത്സകളാണെന്ന് രാജ്യമെമ്പാടും പടർന്നു പന്തലിച്ചു നിൽക്കുന്നത്. ആ നിഷിദ്ധമായ 4 നിഷിദ്ധമായ ഇന്നത്തെ ഭൗതിക അലോപ്പതി ഡോക്ടർമാര് നടത്തിക്കൊണ്ടിരിക്കുന്ന 4 ചികിത്സകളിൽ 4ഉം ഇസ്ലാമികമായി കഠിനമായ ഹറാമാണ് എന്ന് സർവ മുസ്ലിം പുരുഷന്മാരും സ്ത്രീകളും മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൊന്ന് ഡോണർ ചികിത്സ എന്ന പേരിൽ ഇന്ന് വ്യാപകമായി ഹോസ്പിറ്റലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചികിത്സയാണ്. ഡോണർ ചികിത്സ. എന്താണ് ഈ ഡോണർ എന്ന് പറഞ്ഞാൽ? അഥവാ ദാനം ചെയ്യുക എന്നർത്ഥം. എന്താണ് പ്രശ്നം ശരിക്കും മനസ്സിലാക്കുക. ഉദാഹരണം, ഒരു സ്ത്രീക്കാണ് പ്രശ്നം. ആ സ്ത്രീക്ക് സമയത്ത് എഗ്ഗ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല, അണ്ഡോൽപാദനം നടക്കുന്നില്ല ഒരു സ്ത്രീക്ക്. അതല്ലെങ്കിൽ ആ സ്ത്രീക്ക് പ്രായം കൂടുതലായിട്ടുണ്ട്, അണ്ഡമൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പക്ഷേ ഗുണനിലവാരം തീരെയില്ല. ഇത്തരം ഘട്ടങ്ങളിൽ ആ സ്ത്രീയുടെ അണ്ഡത്തിന് പകരം എന്ത് ചെയ്യുകയാണ്? മറ്റൊരു സ്ത്രീ, ആരോഗ്യവതിയായ മറ്റൊരു സ്ത്രീയിൽ നിന്ന് അണ്ഡം അവൾ ദാനം ചെയ്തത് സ്വീകരിച്ച്
ഭർത്താവിന്റെ ബീജവുമായി അത് ചേർത്ത് ലബോറട്ടറിയിൽ വെച്ചത് സംയുക്തമായി യോജിപ്പിച്ച് പിന്നീട് വീണ്ടും ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുന്ന ഒരു ചികിത്സാ രീതി, ഇത് നിലവിൽ നിന്ന് സാധാരണമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അണ്ടത്തിനാണ് തകരാറെങ്കിൽ അണ്ടം വിലക്ക് വാങ്ങുക എന്നർത്ഥം ചുരുക്കി പറഞ്ഞാൽ. രണ്ടാമത്തത്, പുരുഷനാണ് പ്രശ്നം, ബീജം കൗണ്ടിങ് പോരാ, ഒരു സന്താനോൽപാദനത്തിന് ശേഷിയുള്ള ബീജമുണ്ടാകണം, അതിനാവശ്യമായ കൗണ്ടിങ് അയാളുടെ സ്പേമിൽ ഉണ്ടായിരിക്കണം. അതില്ലാതെ വരുമ്പോൾ ഒന്നുകിൽ അയാൾക്ക് ബീജം അയാളുടേത് കൗണ്ടിങ് കുറവാണ്, അല്ലെങ്കിൽ ബീജമുണ്ട് അതിന് ചലനശേഷി കുറവാണ്, എങ്കിൽ എന്തു ചെയ്യുന്നു? പുറത്തു നിന്ന് മറ്റൊരാളുടെ ബീജം തന്റെ ഭാര്യയുടെ അണ്ഡവുമായി യോജിപ്പിച്ച് അവരുടെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ അത് വളർത്തുന്ന രീതി. ഇതാണ് രണ്ടാമത്തെ രീതി. എല്ലാം ഈ പറയുന്നതൊക്കെ 4 ഞാൻ പറയുന്നുണ്ട്, 4 കഠിനമായ ഹറാമാണ്. ഇനി മൂന്നാമത്തെ രീതി എന്താണ്? പുരുഷനും പ്രശ്നമാണ്, സ്ത്രീക്കും പ്രശ്നമാണ്. അപ്പൊ പിന്നെ എന്ത് ചെയ്യാണ്? രണ്ടാൾക്കും കുട്ടികൾ ഉണ്ടാവില്ല, അണ്ടോൽപാദനം കൃത്യത്തിന് നടക്കുന്നില്ല, ബീജത്തിന് ചലനശേഷിയില്ല. ഇങ്ങനെ ദമ്പതികൾക്ക് 2 പേർക്കും ഒരേപോലെ തന്നെ പ്രശ്നങ്ങളാണെങ്കിൽ എന്ത് ചെയ്യാണ്? അണ്ടമോ ബീജമോ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ 2ഉം ദാനമായി സ്വീകരിച്ച് എന്ത് ചെയ്യാണ്? ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുകയാണ്. വെള്ള അണ്ടമല്ല, പുരുഷന്റെ ബീജമല്ല, തികച്ചും പുറത്തു നിന്ന് ദാനം കിട്ടുന്ന ഭ്രൂണം, അതിനാണ് ഭ്രൂണദാനം എന്നറിയപ്പെടുന്നത്. അതാണ് 3 കടുത്ത ഹറാമാണ്. 4ാമത്തെ രീതി, ഞാനിതൊക്കെ ചുരുക്കി പറയാണ്, സർവ്വ മുസ്ലിമീങ്ങളും പഠിച്ചു വെക്കേണ്ട രീതി കാര്യങ്ങളാണ്. എന്തുകൊണ്ടെന്നാൽ ധാരാളക്കണക്കിന് നമ്മുടെ മുസ്ലിമീങ്ങൾ ഈ ഉള്ളവന്റെയും മറ്റു പല പ്രബോധകന്മാരുടെയും ഫോണുകളിലേക്ക് ചോദിക്കും, ഈ ചികിത്സ ചെയ്തൂടെ, ഇതിനിപ്പോ എന്താ തകരാറ്? പല വിധത്തിലുള്ള ചോദ്യങ്ങളാണ്. കാരണം ആളുകൾക്ക് അറിഞ്ഞൂടാ, അവരുടെ മോഹം അത്രയും വലുതാണ്, എങ്ങനെയെങ്കിലും ഒക്കെ ഒരു കുട്ടി ഉണ്ടായാൽ മതി എന്നുള്ളതാണ് ചിന്ത. അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്. 4ാമത്തെ പ്രശ്നം എന്താണ്? ഭർത്താവിന്റെ ബീജം, ഭാര്യയുടെ അണ്ഡം, അത് തന്നെയാണ്, ഒരു നിലക്കും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ ഭ്രൂണത്തിന് വളരാൻ കഴിയില്ല, ആ ഗർഭപാത്രത്തിന് തകരാറുണ്ട്. അപ്പൊ ഭർത്താവിന്റെ ബീജവും ഭാര്യയുടെ അണ്ഡവും എടുത്ത് നല്ല ആരോഗ്യമുള്ള ഒരു പെണ്ണിന്റെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുക, വാടക ഗർഭപാത്രം എന്നർത്ഥം. ഇതൊക്കെ ഇന്ന് രാജ്യവ്യാപകമാണ്. വാടകക്ക് ഗർഭപാത്രം എടുക്കുക, എന്നിട്ട് അതിൽ കുട്ടികളെ വളർത്തി ഉണ്ടാക്കുക. ഈ 4 രീതിയും ഇസ്ലാം അംഗീകരിക്കുന്നില്ല, കടുത്ത നിഷിദ്ധമായ സംഗതിയാണ്. എന്തുകൊണ്ടാണ് ഇസ്ലാം ഇത് നിഷിദ്ധമാക്കിയത്? ഇസ്ലാമിക നിയമത്തിൽ നസബ അഥവാ വംശശുദ്ധി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെയെങ്കിലും ഒരു കുട്ടി ഉണ്ടായാൽ പോരാ, ആ കുട്ടിയുടെ ഔദ്യോഗികമായ പിതാവാര് അത് തെളിയിക്കപ്പെടണം, ആ കുട്ടിയുടെ ഉമ്മയാര് അത് തെളിയിക്കപ്പെടണം. മാതാപിതാ ബന്ധത്തിന് വലിയ പ്രാധാന്യവും പ്രസക്തിയുമുള്ള മതമാണ് ദീനുൽ ഇസ്ലാം. അതുകൊണ്ട് തന്നെ വംശശുദ്ധി നഷ്ടപ്പെടുകയാണ്. 3ാമതൊരു വ്യക്തിയുടെ കോശം സ്വീകരിക്കുമ്പോൾ, അണ്ഡമായാലും ബീജമായാലും, 3ാമതൊരു വ്യക്തിയുടെ അണ്ഡമോ ബീജമോ സ്വീകരിച്ച് ഒരു അന്യ കോശത്തിലൂടെ ചേർത്തുകൊണ്ടുണ്ടാക്കുന്ന ആ കുഞ്ഞ് ഒരിക്കലും ഇയാളുടെ മകനാണെന്നോ ഇയാളുടെ മകളാണെന്നോ അവകാശപ്പെടാൻ ഇസ്ലാമിക നിയമം അനുസരിച്ച് പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് ഇസ്ലാം അംഗീകരിക്കാത്ത നിലക്കുള്ള വ്യഭിചാര രൂപത്തിലുള്ള സന്താന പിറവിയായിരിക്കും. ഈ 4 മാർഗങ്ങളും കടുത്ത ഹറാമാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഇതൊക്കെ കേട്ടപ്പോ പല ദമ്പതികൾക്കും പലപ്പോഴും വിഷമമുണ്ടായിട്ടുണ്ട്. കാരണം അവർ വലിയ പ്രതീക്ഷയില് ലക്ഷങ്ങൾ അഡ്വാൻസ് കൊടുത്ത ദമ്പതിമാര് പിന്നീട് ഇടക്ക് വെച്ച് വിളിച്ച് ചോദിച്ചവരുണ്ട്. ഇതൊക്കെ നമ്മളെ അനുഭവങ്ങളാണ്. അതുകൊണ്ടാണ് പറയുന്നത്, മുസ്ലിം ഉമ്മത്ത് ഗൗരവത്തോടെ പഠിച്ചു വെക്കുക. ഒരു ഡോക്ടർമാര് തെറ്റുകാരല്ല. ഡോക്ടർ അയാൾ പഠിച്ച സയൻസ് ആണ് പറയുന്നത്, ഡോക്ടർ അയാൾ പഠിച്ചിട്ടുള്ള ശാസ്ത്രമാണ് പറയുന്നത്. പക്ഷേ മുസ്ലിമിന് അത് പോരല്ലോ. മുസ്ലിമിന് അവന്റേതായ ദീനുണ്ട്, അവന്റേതായ ഐഡന്റിറ്റി ഉണ്ട്. അവൻ ഏതെങ്കിലും ഒരു വിധത്തിൽ ഒരു കുട്ടി ഉണ്ടായാൽ പോരാ, അത് തന്റെ കുഞ്ഞാവണം 100%, തന്റെ മകളാവണം 100%. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വളരെ ഗൗരവതരമായ ചിന്തകൾ നമുക്കുണ്ടാകണം. ഇനി അടുത്തൊരു രീതി കൂടെ കേട്ടോളൂ. ഒരാൾക്ക് എത്രത്തോളം ഇസ്ലാമിന് ആ വിഷയത്തിൽ കണിശതയുണ്ട്. ഒരാൾക്ക് 2 ഭാര്യമാരുണ്ട്, ഒരു സങ്കല്പിച്ചോളൂ, ഒന്നിലധികം ഭാര്യമാരുണ്ട്. അതിലൊരു ഭാര്യക്ക് തകരാറാണ്, ഒരു ഭാര്യക്ക് യാതൊരു തകരാറുമില്ല. അപ്പൊ എന്റെ ബീജവും എന്റെ മറ്റൊരു ഭാര്യയുടെ അവളുടേതായ അണ്ഡവും എടുത്തിട്ട്
മൂന്നാമത്തെ എന്റെ മറ്റൊരു ഭാര്യയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുക പാടില്ല, പാടില്ല. കാരണം അവിടെയും എന്റെ ബീജമാണ് ശരി, പക്ഷെ വേറെ പെണ്ണിന്റെ അണ്ടമാണ് മറ്റൊരു സ്ത്രീയുടെ. അവൾ എന്റെ ഭാര്യയാണെങ്കിൽ പോലും അവളുടെ ഗർഭാശയത്തിലും അങ്ങനെ വളർത്തി വലുതാക്കുവാൻ പാടില്ല. അതേ അവസരത്തിൽ നിന്ന് മുസ്ലിം ലോകത്തുള്ള ഫുഖഹാക്കളും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുമൊക്കെ അനുവദിച്ചിട്ടുള്ള ഒരേ ഒരു രീതി മാത്രമാണുള്ളത്. അതെന്താണ്? ചികിത്സ നിങ്ങൾ ചെയ്തോളൂ, പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം. എന്ത്? ഭാര്യയുടെയും അഥവാ ഹലാലായ വിവാഹത്തിലൂടെ നടന്ന ഭാര്യയുടെയും ഭർത്താവിന്റെയും കോശങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സ മാത്രമേ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. പുറത്തുനിന്ന് സ്വീകരിക്കാൻ പറ്റൂല. പുറത്തുനിന്നുള്ള ബീജമോ ബീജത്തിന്റെ അംശമോ അണ്ഡമോ അണ്ഡത്തിന്റെ അംശമോ വാടകക്കുള്ള ഗർഭപാത്രമോ ഒന്നും ഇസ്ലാമിൽ അനുവദനീയമല്ല. മാത്രമല്ല മറ്റൊന്നുകൂടി പണ്ഡിതന്മാര് പറഞ്ഞു, ഈ ചികിത്സ തന്നെയും പുറത്ത് വെച്ച് ടെസ്റ്റ് ട്യൂബിൽ വെച്ച് സംയോജിപ്പിച്ച് സമയമാകുമ്പോൾ ഗർഭാശയത്തിലേക്ക് കുത്തിവെക്കുന്ന ടെസ്റ്റ് ട്യൂബ് ശിശു എന്ന് പറയുന്ന ഈ ചികിത്സ പോലും ഏറ്റവും വിശ്വസ്തരായ ഡോക്ടർമാരായിരിക്കണം നേതൃത്വം നൽകേണ്ടത്. വിശ്വസ്തമായ ലാബുകളിൽ വെച്ചായിരിക്കണം അത് നടക്കേണ്ടത്. എന്താ അങ്ങനെയൊക്കെ പറയാൻ കാരണം? ആളുകളോട് പറയാണ്, ഇതാ ഇക്സി എന്നൊരു ചികിത്സയുണ്ട്, IVF എന്നൊരു ചികിത്സയുണ്ട്, ഇങ്ങനെ പല പേരുകളിൽ മോഹിപ്പിക്കും. എന്നിട്ടോ ഇവര് കള്ളക്കടത്ത് നടത്തുകയാണ്. പല വിശ്വസ്തരെന്ന് പറയപ്പെടുന്ന ലാബുകളിലും അന്യന്റെ ബീജമാണ് വെക്കുന്നത്, അന്യയുടെ അണ്ഡമാണ് വെക്കുന്നത്. ഇതേപോലെ തന്നെ പല കള്ളക്കളികളും ചെയ്തുകൊണ്ട് അവർക്ക് ലക്ഷങ്ങൾ കിട്ടണം, പറഞ്ഞ കോടികൾ അവർ വാരും. ഇത്തരത്തിലുള്ള ഒരുപാട് വന്ധ്യതാ നിവാരണ ചികിത്സാ ക്ലിനിക്കുകളും കേന്ദ്രങ്ങളും ഹോസ്പിറ്റലുകളും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും ഒക്കെ രാജ്യത്തെമ്പാടുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ മുസ്ലിമിന് ഇത് മാത്രമാണ് നിർബന്ധമുള്ള കാര്യം, തന്റെ ബീജമായിരിക്കണം 100%. വേറൊരാളത് കലരരുത്. എന്റെ ഭാര്യയുടെ മാത്രം അണ്ഡമായിരിക്കണം. എന്നിട്ടത് പുറത്തു വെച്ചുള്ള ശാസ്ത്രീയമായ സയൻസിന്റെ ആ സൗകര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് വളർത്തി വലുതാക്കി ഗർഭാശയത്തിലേക്ക് നിക്ഷേപിച്ച് കുഞ്ഞുണ്ടാകാം. അത് മാത്രമാണ് ഹലാലായ രീതി. നോക്കണം നിങ്ങൾ, ഈ ഭൗതികമായ ചികിത്സകളെ ഞാൻ 4-5 വിധത്തിലുള്ളത് പറഞ്ഞു. ഒന്ന് മാത്രമാണതിൽ അവസാനം പറഞ്ഞത് മാത്രമാണ് ഹലാലായ വശം. ഇത് എല്ലാ രക്ഷിതാക്കളും പഠിച്ചു വെക്കണം, എല്ലാ ദമ്പതികളും പഠിച്ചു വെക്കണം. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമല്ലല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത്. ആരെങ്കിലുമൊക്കെ ഇത്തരം ചികിത്സയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ നന്നായി ബോധവൽക്കരണം കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഇനി ഇതിന്റെ ആത്മീയ ചികിത്സകരെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ മേഖലയിൽ അടുത്ത തട്ടിപ്പുകാര് അവരാണ്. അവര് ആത്മീയ ചികിത്സകന്മാരാണ്, ചൂഷകന്മാരാണ്. അവര് പറയും, നിങ്ങൾക്ക് മക്കളില്ല അല്ലേ? ആരാ ഔലിയാന്നറിയോ നിങ്ങൾക്ക്? ആ ജാറത്തിലേക്ക് പോയി ഒന്ന് അന്തി ഉറങ്ങിയാ മതി, നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടാകും. ലൗഹിൽ മഹ്ഫൂദിൽ അല്ലാഹു തആല കുട്ടിയെ നിശ്ചയിച്ചിട്ടില്ലാത്ത ആ തീരുമാനത്തവരെ മടവൂരി ഔലിയ അതൊക്കെ എഴുതി മായിച്ചിട്ട് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ കൊടുത്തയാളാണ് ഇന്നയിടത്തുള്ള ബീവി, ഇന്നയിടത്തുള്ള തങ്ങൾ, ഇന്നയിടത്തുള്ള ശൈഖ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാറങ്ങളിലേക്കും മഖാമുകളിലേക്കും ദർഗകളിലേക്കും സിയാറത്ത് ടൂറുകൾ എന്ന പേരിൽ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒക്കെ ആട്ടിത്തെളിയിച്ചു കൊണ്ടുപോകുന്ന സിയാറത്ത് ടൂർ പോകുന്ന ബസ്സുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഏർവാടിയിലേക്ക്, അജ്മീറിലേക്ക്, നാഗൂറിലേക്ക്, മുത്തുപ്പേട്ടയിലേക്ക്, അതേപോലെ ഭീമാപ്പള്ളിയിലേക്ക്, പുത്തൻപള്ളിയിലേക്ക്, മുനമ്പത്തേക്ക് 100 കൂട്ടം ജാറങ്ങളിലേക്കും ദർഗകളിലേക്കും എന്ത് മോഹിപ്പിച്ചിട്ടാ കൊണ്ടുപോകുന്നത്? നിങ്ങൾക്ക് മക്കളില്ല അല്ലേ? ജാറം മൂടിക്കോളൂ. ഈ ജാറം നിങ്ങൾ പട്ടുകൊണ്ട് മൂടിയാൽ നിങ്ങൾക്ക് മക്കളുണ്ടാകും. നിങ്ങൾ ഈ പെട്ടിയിൽ ഇത്ര പണം നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് കുഞ്ഞുണ്ടാകും. കുഞ്ഞില്ലാത്തവർക്ക് കുഞ്ഞിനെ കൊടുത്ത ജാറമാണിത്, ദർഗയാണിത്, ഔലിയയാണിത്, തങ്ങളാണിത്, ബീവിയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവല്ലാത്തവരിലേക്ക് മനുഷ്യന്മാരുടെ പ്രതീക്ഷകളെ തിരിച്ചുവിട്ടുകൊണ്ട് മനുഷ്യന്മാരെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കുന്ന വലിയ മാരകമായ നിലക്കുള്ള പ്രവർത്തനങ്ങൾ. മനുഷ്യന്റെ പോക്കറ്റിലെ പണം മാത്രമല്ല ഇവർ പലപ്പോഴും പിടുങ്ങുന്നത്, നശിപ്പിക്കുന്നത്. പല ജാറങ്ങളുടെയും ദർഗകളുടെയും മഖാമുകളുടെയും പിന്നാമ്പുറങ്ങൾ തപ്പിയാൽ അവിടെ അന്തിയുറങ്ങിയവർക്ക് മക്കളെ കിട്ടിയതിന്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ ഇന്ന് പലപ്പോഴും അങ്ങാടി പാട്ടുകളാണ്. പണത്തിനോടൊപ്പം അവരുടെ ചാരിത്രം പോലും കവർന്നെടുത്തുകൊണ്ടാണ് ഒരു വേള അത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് അവർ തിരിച്ചു പോരുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഇല്ലാത്തവർക്ക് കുട്ടികളെ കൊടുക്കുന്നു എന്ന പ്രചരണം, ആൺകുട്ടികളുള്ളവർക്ക് പെൺമക്കളെ കൊടുക്കുന്നു ഇന്ന ഔലിയ എന്ന പ്രചരണം,
എല്ലാം പെൺകുട്ടികളായവർക്ക് പെൺകുട്ടിയെ ആണാക്കി മാറ്റി ഇന്ന ഔലിയ ഇന്ന തങ്ങൾ എന്ന പ്രചരണം, ഇങ്ങനെയൊക്കെ ഏലസും മന്ത്രവും തകിടുകളും രക്ഷാ തകിടുകളും ആ നിലക്കുള്ള പ്രവർത്തനങ്ങളുമൊക്കെ ആയിക്കൊണ്ട് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ കൊടുക്കാൻ ഒരു കൂട്ടം ആളുകൾ പല വിധത്തിലുള്ള മക്കാമുകളിലും പോയി അവിടെ തൊട്ടില് കെട്ടാൻ നേർച്ചയാക്കുകയാണ്. അവിടെ പ്രത്യേകമായി കുഞ്ഞിന്റെ രൂപത്തിലുള്ള വെള്ളിയുടെ രൂപത്തിൽ സ്വർണത്തിന്റെ രൂപത്തിലൊക്കെ അവിടെയുള്ള പെട്ടികളിലേക്ക് കുഞ്ഞിന്റെ രൂപങ്ങൾ നേർച്ചയാക്കുകയാണ്, കുഞ്ഞുടുപ്പുകൾ നേർച്ചയാക്കുകയാണ്. എല്ലാം എന്തിനാണ്? ഔലിയ കുട്ടിയെ കൊടുക്കും, തങ്ങള് കുട്ടിയെ കൊടുക്കും, ബീവി കുട്ടിയെ കൊടുക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ഞാൻ നിങ്ങളെ തുടക്കത്തിലെ ഓതി കേൾപ്പിച്ച വചനം ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് യഹബു ലി യഖ്ലുഖു മാ യശാ യഹബു ലിമൻ യശാഉ ഇനാസ എന്നിങ്ങനെയെല്ലാം അല്ലാഹുവാണ് നൽകുന്നത്. മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രം തുടക്കത്തിലെ ഞാൻ സൂചിപ്പിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാം വർഷങ്ങളോളമാണ് കുഞ്ഞിക്കാല് കാണാൻ സാധിക്കാതെ പ്രാർത്ഥനയുമായി കഴിച്ചുകൂട്ടിയത്. തന്റെ മുമ്പ് ഈ ലോകത്ത് ജീവിച്ചു വഫാത്തായി പോയ നൂഹ് നബി അലൈഹിസ്സലാമിനോട് വിളിച്ചു പ്രാർത്ഥിച്ചില്ല. അദ്ദേഹത്തിന്റെ ഖബർ എവിടെയാണെന്ന് തെരഞ്ഞു പോയില്ല. മഹാന്മാരായ ഒട്ടേറെ പ്രവാചകന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അവരെ ആരെയും വിളിച്ചുകൊണ്ട് എനിക്കൊരു സന്താനത്തെ തരണേ എന്ന് ഇബ്രാഹിം നബിയോ സക്കരിയ നബിയോ പ്രാർത്ഥിച്ചില്ല. മറിച്ചവര് പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സക്കരിയ നബിയുടെ പ്രാർത്ഥന റബ്ബി ലാ തദർനി ഫർദാ വ അൻത ഖൈറുൽ വാരിസീൻ, എന്റെ രക്ഷിതാവേ ലാ തദർനി ഫർദാ, നീ എന്നെ ഈ ഭൂമിയിൽ എനിക്കൊരു അനന്തരാവകാശി ഇല്ലാതെ നീ എന്നെ ഒറ്റക്ക് വിട്ടേച്ചു പോകല്ലേ, അനന്തരം നൽകുന്നവരിൽ നീയാണല്ലോ ഉത്തമൻ, സന്താനത്തെ തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിലും കാണാം റബ്ബേ സാലിഹീങ്ങളായ മക്കളെ തരണേ എന്ന് കേണപേക്ഷിക്കുകയാണ്. അല്ലാഹുവിന് ഏറ്റവും വേണ്ടപ്പെട്ട നബിമാരാണ് അവരൊക്കെ. അവരാരും റബ്ബല്ലാത്തവരോട് തേടിയിട്ടില്ല. റബ്ബല്ലാത്തവരിലേക്ക് അവരുടെ പ്രാർത്ഥനകളെയും പ്രതീക്ഷകളെയും ആഗ്രഹങ്ങളെയും അവർ സമർപ്പിച്ചിട്ടില്ല. കാരണം അവർക്കറിയാം മക്കളെ നൽകുന്നവനും നൽകാത്തവനുമൊക്കെ അല്ലാഹുവാണ്, അവനോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ അവരാണ് നമ്മുടെ ഏറ്റവും വലിയ റോൾ മോഡലുകൾ, അവരാണ് നമ്മുടെ ഏറ്റവും വലിയ മാതൃകാ പുരുഷന്മാർ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നാട്ടുകാരെന്തു പറയട്ടെ, വീട്ടുകാരെന്തു പറയട്ടെ, കുടുംബങ്ങൾ എന്ത് കുറ്റപ്പെടുത്തട്ടെ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് മക്കളെ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്കെന്റെ റബ്ബ് തന്നിരിക്കും. ഇനി അതല്ല എനിക്ക് നിശ്ചയിച്ചിട്ടില്ലെങ്കിലോ ഒരാൾക്കും അത് തരാനും കഴിയില്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത, അല്ലാഹുവേ നീ കൊടുക്കാൻ ഉദ്ദേശിച്ചത് മുടക്കാൻ ഒരു ശക്തിക്കും ആവില്ല. വലാ മുഅ്തിയ ലിമാ മനഅത, നീ മുടക്കിയത് നൽകാനും ഒരു ശക്തിക്കുമാവില്ല. അത് അടിയുറച്ച് വിശ്വസിക്കുന്ന തവക്കുലായിട്ട് കൃത്യമായി ജീവിതത്തിൽ തവക്കുലോടെ ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ ഈ ഭൗതിക ചികിത്സാ മേഖലയിലെ നിഷിദ്ധ ചികിത്സകർക്കോ ആത്മീയ മേഖലയിലെ തട്ടിപ്പുകാർക്കോ ഒരിക്കലും കീഴടക്കാനാവില്ല. കാരണം അവരുടെ ജീവിതത്തിന്റെ പരമലക്ഷ്യം മരണാനന്തര വിജയമാണ്. അവിടെ റബ്ബ് തൃപ്തിപ്പെട്ടുകൊണ്ട് അവനെ കണ്ടുമുട്ടാനാവണം എന്ന് പ്രതീക്ഷിക്കുന്നവർ റബ്ബിലാണ് എല്ലാം സമർപ്പിക്കുക. അവരെന്തു ചെയ്യും? ആ തവക്കുലോടെ പ്രാർത്ഥനയോടെ ഇസ്ലാം അനുവദിച്ച ചികിത്സകൾ ചെയ്തുകൊണ്ട് കാത്തിരിക്കുകയാണ് ചെയ്യുക. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ റബ്ബിന്റെ തീരുമാനം. രണ്ടായിരുന്നാലും അവരുടെ മനസ്സിന് നിരാശയില്ല. ഈ വിധത്തിൽ ജീവിക്കുവാനാണ് മുസ്ലിമീങ്ങൾ പരിശ്രമിക്കേണ്ടത്, ശീലിക്കേണ്ടത്. നമ്മോടാരെങ്കിലും ഇത്തരം കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ നിരാശയുടെ വാക്കുകൾ അവരോട് പറയാതെ പ്രതീക്ഷയുടെ വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് അവരുടെ ഹൃദയങ്ങളെ ഏറ്റവും സന്തോഷപൂർണമാക്കുക എന്നുള്ള കടമ കൂടിയാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ദമ്പതികൾക്ക് മക്കളില്ലാത്ത പരീക്ഷണത്തിൽ ഏർപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അകപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നവരിൽ ഉണ്ടെങ്കിൽ അല്ലാഹു അവർക്കൊക്കെ സാലിഹായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളുള്ള നമുക്കെല്ലാവർക്കും നമ്മുടെ മക്കളെ രണ്ട് ലോകത്തും റബ്ബിന്റെ അടുക്കൽ നമുക്ക് ഉപകാരപ്പെടുന്ന മക്കളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിവർത്തിപ്പിച്ചു തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വ ലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു
വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയഹു. അമ്മാ ബഅദ്, ഊസീകും ഇബാദല്ലാഹ് വനഫ്സി ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഇപ്പോൾ കേട്ടുകഴിഞ്ഞ ഈ ഒരു വിഷയം പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഞങ്ങൾക്ക് ഏതായാലും മക്കളുണ്ടല്ലോ, നമ്മളൊക്കെ ഇപ്പം എന്തിനതാ അറിയുന്നു, അല്ലെങ്കിൽ ആ വിഷയം ഞങ്ങളെ ബാധിക്കില്ലല്ലോ, ഈ വിഷയം ഞങ്ങളെ ബാധിക്കുകയില്ലല്ലോ എന്നൊക്കെ പലപ്പോഴും പല വിഷയങ്ങൾ കേൾക്കുമ്പോഴും ശ്രോതാക്കളുടെ മനസ്സിൽ ഉണ്ടാവുക സ്വാഭാവികം മാത്രമാണ്. എന്നാൽ ഒരു കാര്യം വളരെ പ്രാധാന്യപൂർവ്വം നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് നമ്മൾ അറിവ് നേടണം എന്നുള്ളത്. ഏത് വിഷയത്തിലും മുസ്ലിമിന് ഏതൊക്കെയാണ് ഹറാമുകൾ, ഏതൊക്കെയാണ് ഹലാലുകൾ എന്ന കൃത്യമായ കാഴ്ചപ്പാടുണ്ടാകണം. ഇസ്ലാം പഠിക്കേണ്ടതും നമ്മൾ വിവരമുള്ളവരിൽ നിന്നായിരിക്കണം. പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇസ്ലാമികമായ വിജ്ഞാന ശാഖകൾ ഏതൊക്കെയുണ്ടോ അതൊക്കെയും പഠിച്ചു മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടവനാണ് മുസ്ലിം. ഇല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ വിവരക്കേടുകൊണ്ട് നിഷിദ്ധമായ കാര്യങ്ങളിലേക്ക് അവൻ ചെന്നു ചാടും. നിഷിദ്ധങ്ങൾ പലരും പ്രചരിപ്പിക്കുമ്പോൾ അരുതേ എന്ന് പറയാനുള്ള വിജ്ഞാനം പോലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഇന്നിന്റെ കാലഘട്ടം അങ്ങനെയാണ്. മുസ്ലിം പേരുള്ളവനെന്ന് പറയുന്ന ഒരു വ്യക്തി ലണ്ടനിൽ പോയി ഒരു പൊതു കോർണറിൽ വെച്ച് പബ്ലിക്കായി സ്പീക്ക് ചെയ്യുവാനുള്ള, സംവദിക്കുവാനുള്ള ഒരു ഇടത്ത് വെച്ച് ഒരു മുസ്ലിം പേരുള്ള എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദിയായ ഒരുത്തൻ അവിടെ പോയിട്ട് പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ നവം പറയില്ലല്ലോ, ഖുർആനിൽ ഒരു നിയമമുണ്ടത്രേ. അതെന്താണ്? സ്വന്തം മകളുമായി കിടപ്പറ പങ്കിടാം, സ്വന്തം മകളെ വിവാഹം കഴിക്കാമെന്ന് ഖുർആനിലുണ്ട് എന്ന് അവൻ അവിടെ വെച്ച് പുലമ്പി. എന്നാൽ അപ്പുറത്തത് കേൾക്കുന്നവരിൽ ഇസ്ലാമിനെ കുറിച്ച് വിവരമുള്ളവരുണ്ടായിരുന്നു. അതിനാ ഞാൻ സാന്ദർഭികമായി അത് ഉണർത്തുന്നത്. ഇസ്ലാം പഠിച്ചവരല്ലാത്തവർ അവിടെ ഒരുപാടുണ്ട്, ആരും ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ അതിൽ ചുറുചുറുക്കുള്ള രണ്ട് ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവർ ലണ്ടനിലാണ് ജീവിക്കുന്നത്. പക്ഷെ അവർക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ അറിയാം. ഇവനെ പിടികൂടി. ഇവനോട് ചോദിച്ചു, നീ പറഞ്ഞല്ലോ ഇസ്ലാമിൽ ഖുർആനിൽ ആയത്തുണ്ടെന്ന്, എന്ത്? സ്വന്തം മകളുമായി കിടപ്പറ പങ്കിടാം, സ്വന്തം മകളെ വിവാഹം കഴിക്കാമെന്ന് ഖുർആനിലുണ്ടെന്നല്ലേ പറഞ്ഞത്? ഇതാ പരിശുദ്ധ ഖുർആൻ, എടുക്ക്, നിവർത്തി വായിക്ക്. ആ ആയത്ത് കാണിക്കാതെ നിന്നെ വിടൂല. ആയത്ത് കാണിക്കാൻ അവന് സാധിച്ചില്ല. അവൻ ടൈം ചോദിച്ചു, 2 മിനിറ്റ് ചോദിച്ചു, 10 മിനിറ്റ് തരാന്ന് പറഞ്ഞു. നെറ്റില്ല എന്ന് പറഞ്ഞു, നെറ്റുള്ള ഫോൺ എന്ന് പറഞ്ഞു കൊടുത്തു. സെർച്ച് ചെയ്യ്, ഖുർആനിൽ ആയത്ത് കാണിക്ക് എന്നവനോട് ആവശ്യപ്പെട്ടു. അവന് നൽകാൻ സാധിക്കുമോ? സാധിക്കില്ലല്ലോ. കാരണം ഖുർആൻ പറഞ്ഞതിന്റെ നേരെ എതിരാണ് ആ വിഡ്ഢി അവിടെ വെച്ച് പുലമ്പുന്നത്. ഖുർആൻ എന്താ പറഞ്ഞത്? സൂറത്തുൻ നിസായിലെ വളരെ വ്യക്തമാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. ആരെയൊക്കെ വിവാഹം കഴിക്കരുത് എന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അങ്ങനെ നീണ്ടുപോവുകയാണ് ആ വിശുദ്ധ സൂക്തം. തുടക്കം തന്നെ എന്താ പറയുന്നത്? നിങ്ങളുടെ മേൽ വിവാഹം കഴിക്കൽ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ആരെയൊക്കെ വിവാഹം കഴിക്കാൻ പാടില്ല? ഉമ്മഹാത്തുക്കും, ഉമ്മമാരെ കല്യാണം കഴിക്കാൻ പാടില്ല. ഉമ്മമാരെ സ്വന്തം മാതാക്കളെ വിവാഹം കഴിക്കാൻ പാടില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? അടുത്തതെന്താണ്? വബനാതുക്കും, നിങ്ങളുടെ മക്കളെ, നിങ്ങളെ പെൺമക്കളെ നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയാണ്. നിങ്ങളെ പെൺമക്കളെ നിങ്ങൾ കല്യാണം കഴിക്കൽ നിഷിദ്ധാണ്. ആ ഖുർആനിന്റെ പേരിലാണ് ഇവൻ ലണ്ടനിൽ പോയി പൊതുവേദിയിൽ ആയിരങ്ങൾ നിരീക്ഷിക്കുന്നിടത്ത് പോയിട്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പുലമ്പിയത്. ഖുർആനിൽ എന്തുണ്ട്? സ്വന്തം മകളെ കല്യാണം കഴിക്കാന്നുള്ള ആയത്തുണ്ട്. ഇന്നും ഇളിഭ്യനായി നടക്കുകയാണ് ആ മനുഷ്യൻ. സോഷ്യൽ മീഡിയകളിൽ എല്ലായിടങ്ങളിലും അത് പ്രചരിച്ചു കഴിഞ്ഞു. വഷളായി അയാൾക്ക് കാണിക്കാൻ പറ്റുമോ ഖുർആനിൽ അങ്ങനെ ഉണ്ട്? എന്തിനാ ഞാനിത് പറഞ്ഞത്? ഇതിൽ നമുക്ക് ചില പാഠങ്ങളുണ്ട്. അത് പറയാനാ അത് സൂചിപ്പിക്കുന്നത്. നമ്മളൊക്കെ പറയുന്നു ഞാനൊക്കെ ഖുർആന്റെ ആളാണ്, ഖുർആനും ഹദീസൊക്കെ അറിയാവുന്ന മുസ്ലിമാണ് ഞാൻ. ഇങ്ങനെ ഒരുത്തൻ ഏതെങ്കിലും വിധത്തിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ പ്രചരിപ്പിക്കുമ്പോൾ, അല്ല സഹോദര, അരുത്, ഇത് ഇസ്ലാമിന്റെ നിയമമല്ല, നീ പറഞ്ഞത് തെറ്റാണ്, അല്ലെങ്കിൽ നീ തെളിവ് കൊണ്ടുവരണം എന്ന് വെല്ലുവിളിക്കാനും ചോദിക്കാനും നട്ടെല്ലും ആർജവവുമുള്ള മുസ്ലിം ഉണ്ടാകണമെങ്കിൽ, അത് പറയാൻ അവന്റെ നാക്ക് പൊങ്ങണമെങ്കിൽ അതിനനുസരിച്ചുള്ള അറിവ് അവന്റെ ഖൽബിൽ വേണം. അതില്ലെങ്കിൽ അവൻ പറയുന്നത് കേട്ടിട്ട് തലയും താഴ്ത്തി ഇങ്ങനെയാണ് പോരേണ്ടി വരും.
എന്നിട്ട് പിന്നെ വന്നിട്ട് ചോദിക്കേണ്ടി വരും, ഇങ്ങനെ നമ്മളെ ഖുർആനിലുണ്ടോ മകളെ കെട്ടാണ്, മകളുമായി കിടപ്പറ പങ്കിടാണ്? എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു തീരുമ്പോഴേക്ക് ഇവന്റെ കുപ്രചരണം, അസത്യം ലോകത്ത് മുഴുവൻ പ്രചരിച്ചിട്ടുണ്ടാകും. സത്യം ചെരുപ്പിടാൻ ഒരുങ്ങണേ ഉണ്ടാവുള്ളൂ, അസത്യം ലോകം മുഴുവൻ അപ്പോഴേക്ക് പ്രചരിച്ചിട്ടുണ്ടാകും. ആലോചിച്ചു നോക്കണം. അള്ളാഹുവിന്റെ തൗഫീക്ക്. ആ രണ്ട് ചെറുപ്പക്കാരവിടെ അവനുമായി സംവദിക്കുന്നിടത്ത് ഇവൻ ഈ വിഡ്ഢിത്തം പുലമ്പിയപ്പോ കേരളത്തിലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുടെ മനസ്സിൽ ഞാനൊരു യമുവാണെന്ന്, എക്സ് മുസ്ലിം ആണെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ, റസൂലുള്ളാന്റെ പേരിൽ, റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മമാരായ ഭാര്യമാരുടെ പേരിൽ ആരോപണങ്ങളുടെ ഒരുപാട് രൂപത്തിലുള്ള വിമർശനങ്ങൾ നടത്തുന്ന ഈ പമ്പര വിഡ്ഢി വിവരമുള്ളവരുടെ മുമ്പിൽ പോയി സംസാരിച്ചപ്പോ കുടുങ്ങി ലിഭ്യനായി വഷളായ കാഴ്ചയാണ് കണ്ടത്. അത് ഇൽമിന്റെ പവറാണ് എന്നാണ് ഞാൻ പറയുന്നത്. അതാ സാന്ദർഭികമായി നിങ്ങളും പഠിക്കേണ്ടത്. ഇന്ന് പലരും ഇസ്ലാമിനെ കുതിര കയറുകയാണ്. ഇന്ന് പലരും ഇസ്ലാമിന്റെ നേരെ ഇല്ലാത്ത ആരോപണങ്ങൾ പറയാണ്. ഇല്ലടാ, നീ പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ, പ്രമാണബദ്ധമായി അത് സംസാരിക്കാൻ നമ്മുടെ കയ്യിൽ അറിവാകുന്ന ആയുധമുണ്ടെങ്കിൽ അല്ലാതെ സാധിക്കില്ല മുസ്ലിമീങ്ങളെ. അതുകൊണ്ടാ പറയുന്നത്, പഠിക്കണം നിങ്ങൾ, അറിവ് നേടണം നിങ്ങൾ, അറിവ് ആർജിക്കണം. അത് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യമാണ്, നമ്മുടെ അറിവ് നേടുക എന്നുള്ളത്. അതാണ് നമ്മുടെ എല്ലാവരുടെയും ചിന്തയിൽ അത് ഉണ്ടാകണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഇത്തരത്തിലുള്ള ദുശക്തികളൊക്കെ പ്രചരിപ്പിക്കുന്ന നൂറുകണക്കിന് കുപ്രചരണങ്ങളുടെ മുനയൊടിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ഇന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ യൂത്ത് വിഭാഗം ഇന്ന് രാജ്യത്തൊട്ടാകെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലും കേരളത്തിലും അത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സംവാദങ്ങൾ നടക്കുന്നു. ഇത്തരത്തിലുള്ള ആളുകളുമായി, നിരീശ്വര നിർമ്മതവാദത്തിന്റെ ആളുകളുമായി ഡയലോഗുകൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്, സംവാദങ്ങൾ നടത്താറുണ്ട്, ഖണ്ഡന പ്രസംഗങ്ങൾ നടത്താറുണ്ട്, സെമിനാറുകൾ നടത്താറുണ്ട്. അതേപോലെ തന്നെ മുഖാമുഖങ്ങളും മറ്റുള്ള ഒരുപാട് കാര്യങ്ങളും ആത്മീയ ചൂഷണ മേഖലയിലുള്ള ആളുകൾക്കെതിരെ നടത്താറുണ്ട്. പൊതു ഉത്ബോധനങ്ങൾ നൂറുകണക്കിന് യൂത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട്, അതേപോലെയുള്ള സമൂഹത്തെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ മനസ്സിലാക്കണം സഹോദരങ്ങളെ, ഒരു രാജ്യത്ത് പ്രബോധനവുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. ഒരു ചെറിയ പ്രോഗ്രാം വെക്കണമെങ്കിൽ പോലും നമുക്ക് എത്രയാണ് ചെലവ്. കേരളത്തിൽ മൊത്തം ഈ ദഅവത്ത് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനത്തിന് നിങ്ങളുടെയൊക്കെ കൈത്താങ്ങുകൾ ഉണ്ടാവണം. അതിൻ്റെതായ ഫണ്ട്, ആ ദഅവ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നിലക്കുള്ള ഫണ്ടുകൾ സ്വരൂപിക്കുന്ന ഒരു സമയമാണിപ്പോൾ ഇത്. നിങ്ങളെ സമീപിക്കും നമ്മുടെ പ്രവർത്തകന്മാർ. ഈ ഫണ്ടിലേക്ക് നിങ്ങൾ ഉദാരമായി സംഭാവന ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള ഇസ്ലാം വിരുദ്ധ ശക്തികൾക്കെതിരെ പടപൊരുതുവാനുള്ള ഏറ്റവും വലിയ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ നമ്മളുടെ പോക്കറ്റിലുള്ള 5 രൂപയാണെങ്കിൽ, അത് 100 ആണെങ്കിൽ, 1000 ആണെങ്കിൽ, എത്രയാണെങ്കിലും നൽകിയാൽ അതേ നമ്മുടെ മരണനേരത്തുണ്ടാകൂ, അതേ ഖബറിൽ കൂട്ടിനുണ്ടാകൂ, അതേ പരലോകത്ത് നമ്മുടെ തുണയായിട്ടുണ്ടാകൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെയൊക്കെ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകണം. ആവർത്തിച്ചോർമ്മപ്പെടുത്തുന്നു, അറിവ് നേടുന്ന ഒരു വേദികളെയും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അറിവ് നേടിക്കൊണ്ടേയിരിക്കണം, മരണം വരെ അറിവ് നേടിക്കൊണ്ടേയിരിക്കണം. എന്തിന്? യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് റബ്ബിനെ സന്തോഷപൂർവ്വം കണ്ടുമുട്ടി ജന്നത്തിൽ മഹാന്മാരോട് കൂടെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ ബാധിച്ചു കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആസ്പത്രികളിലും വീടുകളിലുമൊക്കെ. അള്ളാഹുവെ, എല്ലാവർക്കും നീ പരിപൂർണ ശിഫ നൽകണമേ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ എല്ലാം കാത്തുരക്ഷിക്കുകയും ഞങ്ങളിൽ രോഗികൾക്ക് പരിപൂർണമായി ശിഫ നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, മറ്റു ബന്ധുമിത്രാദികൾ, അറിയുന്നവർ, അറിയാത്തവർ, എല്ലാ വിശ്വാസികളുടെയും ഖബറിടങ്ങൾ നീ സ്വർഗത്തോപ്പാക്കണേ. അള്ളാഹുവേ, നരകത്തിൽ നിന്ന് ഞങ്ങളെയും അവരെയും നീ കാത്തുരക്ഷിക്കണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين.